പണ്ടൊരു വലിയ പർവ്വതങ്ങൾക്കിടയിലുള്ള ചെറിയ ഗ്രാമത്തിൽ ക്രോണോസ് എന്ന ജ്ഞാനിയായ ഒരു വൃദ്ധ സന്യാസി താമസിച്ചിരുന്നു. അയാൾ സമയത്തിന്റെ സൂക്ഷിപ്പുകാരനായിരുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ അയാളോട് ജ്ഞാനവും മാർഗനിർദ്ദേശവും തേടി. ഗ്രാമത്തിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ ശക്തമായൊരു മാന്ത്രിക വിദ്യ ഉണ്ടായിരുന്നു. അതിഗ്രാമീണർ എങ്ങനെ ഇടപഴകുന്നു എന്നനുസരിച്ച് സമയം മന്ദഗതിയിലോ വേഗത്തിലോ ആകുന്നു. ഇത് ക്രോണോസിന്റെ മാന്ത്രിക വിദ്യയാണ് എന്നാണ് അവിടെയുള്ള ഗ്രാമീണർ വിശ്വസിച്ചിരുന്നത്. ചില ദിവസങ്ങൾ എന്നേക്കുമായി നിലനിൽക്കുന്നത് പോലെ തോന്നും. മറ്റുള്ള ദിവസങ്ങളോ കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് കടന്നു പോവുകയും ചെയ്യും. ഒരു ദിവസം ലൈറ എന്ന പെൺകുട്ടി ക്രോണോസിനോട് സഹായം തേടി. അവളുടെ അമ്മ ഗുരുതരാവസ്ഥയിലായിരുന്നു. സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. സമയം മന്ദീഭവിപ്പിക്കാൻ ഒരു വഴി കണ്ടെത്തി തരണമെന്ന് ലൈറ ക്രോണോസിനോട് ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ഈ ജാലവിദ്യ ഉണ്ടാകുന്നത് എന്നും അറിയാൻ അവൾക്ക് കൗതുകമായി. അവൾ ക്രോണോസിനോട് ഇതിന്റെ രഹസ്യം പറഞ്ഞു തരാൻ ആവശ്യപ്പെട്ടു. ക്രോണോസ് അവളെയും കൂട്ടി വില്ലേജിലേക്ക് യാത്ര പോയി. അവിടെ ഒരു കൂട്ടം കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ സമീപത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവളോട് ക്രോണോസ് സൗമ്യമായി പറഞ്ഞു, മാതാപിതാക്കൾ അവരുടെ ദൈനംദിന ആകുലതകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിക്കൂ. സമയം ഒരു നിശ്ചിത സ്ഥാപനമല്ല, അത് നമ്മുടെ വികാരങ്ങളും ബന്ധങ്ങളും സ്വാധീനിക്കുന്ന ഒരു ധാരണയാണ്. നിങ്ങൾക്ക് ലഭിച്ച സമയത്തിൽ നന്ദിയുള്ളവരായി തീരുക. ഇത് കേട്ടപ്പോൾ ഏറെ നിരാശയോടെ ക്രോണോസിനോട് ലൈറ ചോദിച്ചു, അപ്പോൾ എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അസുഖം സുഖം പ്രാപിക്കുക? ക്രോണോസ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, രഹസ്യം നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളുടെ അമ്മയുമായി നിങ്ങൾ പങ്കിടുന്ന നിമിഷങ്ങളെ നിങ്ങൾ ശരിക്കും വിലമതിച്ചാൽ പുതിയ ധാരണയിൽ നിങ്ങളുടെ സമയം മന്ദഗതിയിലാകും. അവൾ അവളുടെ വിട്ടുപോയ സമയം കൂടുതൽ പ്രയോജനപ്പെടുത്താൻ തീരുമാനിച്ചു. അവൾ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിപ്പോയി. അവൾ അമ്മയോടൊപ്പം കഥകൾ പങ്കിടുകയും ഒരുമിച്ച് ചിരിക്കുകയും സമയം കണ്ടെത്തുകയും ചെയ്തു. അവർ ഒരുമിച്ച് നിമിഷങ്ങൾ ചിലവഴിക്കുകയും അവരുടെ ഹൃദയത്തിൽ സ്നേഹവും നന്ദിയും നിറയുകയും ചെയ്തു. എന്നിരുന്നാലും അവളുടെ അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെട്ടില്ല. പക്ഷേ അവരുടെ ബന്ധം ആഴമേറിയതും അവർ സൃഷ്ടിച്ച ഓർമ്മകൾ കാലാതീതവുമായി. ഒടുവിൽ അവളുടെ അമ്മയ്ക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. തന്റെ ദുഃഖത്തിലും അവർ പങ്കിട്ട സമയം പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ലൈറയ്ക്കറിയാമായിരുന്നു. അവൾ സമയത്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി. ഏറെ നമ്മുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്ന സമയത്തിന്റെ മാന്ത്രികതയെക്കുറിച്ച് എല്ലാവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് തലമുറകളിലൂടെ കടന്നുപോയി. ഇതിൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.